നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്, മഠത്തിക്കാടൻ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 11 ദിവസമായി MT വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കാരം നടക്കും. MTയോടുള്ള ആദരസൂചകമായി 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. മരണസമയത്ത് ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമാനതകളില്ലാത്ത വൈഭവം കാഴ്ചവെച്ച മഹാപ്രതിഭയെയാണ് നാടിന് നഷ്ടമായത്. കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്ത്, മഠത്തിക്കാടൻ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. കൊല്ലപ്പെട്ട അഭിഷേക് അക്രമി സംഘത്തിൽപ്പെട്ട ആളാണ്. അഭിഷേകും മറ്റ് 2 പേരും ചേർന്ന് സുജിത്തിനെ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. കുത്തുകൊണ്ട സുജിത്ത് പ്രതിരോധിക്കുന്നതിനിടെ അഭിഷേകിനും കുത്തേറ്റു. ബുധനാഴ്ച 11:30ഓടെയായിരുന്നു സംഭവം. സുജിത്തിന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും അഭിഷേകിന്റെ മൃതദേഹം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഹരീഷ്, വിവേക്, അഭിഷേക് എന്നിവരാണ് സുജിത്തിന്റെ വീട്ടിൽ ആക്രമിക്കാൻ കയറിയത്. വിവേകിനെ 4 കൊല്ലം മുമ്പ് ക്രിസ്മസ് രാത്രിയിൽ സുജിത്ത് കുത്തിയിരുന്നു. പ്രവിശാലമായ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം പ്രസ്താവിച്ചു. കൊടുങ്ങല്ലൂരിലെ കണ്ണേഴത്ത് കുടുംബസമിതിയുടെ 20ാം വാർഷികവും കുടുംബസംഗമവും കുഞ്ഞാവ മാസ്റ്റർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. നാം വിശ്വസിക്കുന്ന വേദാന്തത്തിൽ ഉൾപ്പെടുന്ന ഈസാ നബിയുടെ ജന്മദിനമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടും അദ്ദേഹം അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ്. പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിൽ നാം ഒരു കുടുംബ സംഗമത്തിലൂടെ ഇവിടെ ഒത്തുചേരുമ്പോൾ ഈ സംഗമത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് തീർച്ചയായും ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ന്യൂജൻ, ലിവ് ടുഗദർ തുടങ്ങിയ അസാൻമാർഗികമായ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും നശിപ്പിക്കുമെന്നത് തീർച്ചയാണ്. ഇതിനെതിരെ മതസംഹിതകളുടെ യാഥാർത്ഥ്യവൽക്കരണവും മാനവികതയുടെ ഉയിർത്തെഴുന്നേൽപ്പും ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രയാണമെന്നും ജസ്റ്റിസ് പറഞ്ഞു. കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ സ്ഥാപക സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ, KK ആസാദ്, KU സുൽഫിക്കർ, കുടുംബസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പ്രഗത്ഭ പ്രീമാരിറ്റൽ കൗൺസിലർ സൗമ്യ നല്ല കുടുംബം നല്ല സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. കുടുംബത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലെ അന്തേവാസികളായ അച്ഛനമ്മമാരോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച് എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം. E.T. ടൈസൺ MLA, ആൽഫയിലെ പ്രായം കൂടിയ അമ്മയും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷാഹിൽ പുതിയ വീട്ടിൽ, അക്ഷയ്, ബെന്നി ആലപ്പാട്ട്, ആദർശ് PM, ഷമീർ എളയടത്ത്, നൌഷാദ് MV, ആരാദ് VP, VK അലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. തുടർന്ന് സംഗീത വിരുന്ന്, ചെണ്ടമേളം എന്നിവ അരങ്ങേറി.
സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം ഉത്സവവും അതിൻ്റെ പ്രതീകവുമായി വിലയിരുത്താറുണ്ട്. തീർച്ചയായും ക്രിസ്തുമസിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നു. നമ്മുടെ വീടുകളിലും ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിലും മാത്രം നിൽക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ആഘോഷ സമയത്ത് ഏറ്റവും പാവപ്പെട്ടവരെ, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കണ്ണു തുറന്ന് കാത് തുറന്ന് കേൾക്കാൻ കഴിയുന്ന ഒരവസരം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ ക്രിസ്തുമസ് ആഘോഷത്തെ കാണുന്നത്. ഇടപെട്ട ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘടനയുടെ പ്രവർത്തനത്തെ കാണുന്നു. കൊടകര പൂത്തുകാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പൂജിച്ച് നൽകിയ കൊടി താലപ്പൊലി ആഘോഷ കമ്മിറ്റി കൺവീനർ AK പ്രേമൻ ഏറ്റുവാങ്ങി. തുടർന്ന് പാരമ്പര്യ തച്ചൻ സുധീഷ് നാരായണൻ തയ്യാറാക്കിയ കൊടിമരം താലപ്പൊലി നടത്തുന്ന ഊഴക്കാരായ അഴകം വെല്ലപ്പാടി ദേശക്കാരും ഭക്തജനങ്ങളും ചേർന്ന് കൊടി ഉയർത്തി. തുടർന്ന് താലപ്പൊലിയുടെ നോട്ടീസ് പ്രകാശനം നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട്, കൺവീനർ AK പ്രേമൻ, കമ്മിറ്റി അംഗങ്ങളായ ശശിധരൻ തൃക്കശ്ശേരി, സുനിൽകുമാർ മണ്ണാഞ്ചേരി, വിനോദ് കുറ്റിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയായിരുന്നു അന്ത്യം. കൊടകര വട്ടേക്കാട് വീട് കയറി ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. കല്ലിങ്ങപ്പുറം വീട്ടിൽ സുജിത്, മഠത്തിക്കാടൻ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.